എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ സജഷൻസ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എനിക്ക് ഇപ്പോൾ കുറച്ച് ടോപ്പിക്സ് വേണം പുതിയ പുതിയ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് 2 ടോപ്പിക്കുണ്ട്. ഒന്ന് എൻ്റെ ട്രാവൽ വ്ളോഗ്സ്, ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും. അത് എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ സിസ്റ്റം കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എനിക്ക് ആ ട്രാവൽ വ്ളോഗ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഇപ്പം. എന്തായാലും ഞാൻ എൻ്റെ രണ്ടാമത്തെ ടോപ്പിക്കായി ഇപ്പം വണ്ടികളെക്കുറിച്ച് എങ്ങനെ ഓട്ടിക്കണം ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനോ എന്തെങ്കിലും ഇഷ്ടമുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അത് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ POVയുടെ ഒരു ഡിഫറൻസ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ചെസ്റ്റ് മൗണ്ട് മാറ്റി ഞാൻ എൻ്റെ ഹെൽമെറ്റ് ക്യാമിലേക്കാണ് GoPro അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു ഹൈവേയിലൊന്നും ഓട്ടിക്കുന്നില്ല, അതുകൊണ്ട് ഹൈവേയിൽ അധികം ഓട്ടിക്കുന്നില്ല. ക്യാമറ ഉള്ള സ്ഥലങ്ങളിൽ ഓട്ടിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സേഫാണെന്ന് എനിക്കിപ്പോൾ വിശ്വസിക്കാം. ഹെൽമെറ്റിൽ ഘടിപ്പിച്ചാൽ അതവർ ഫൈൻ അടിക്കുക എന്നുള്ളത് കൊണ്ടും അതിൻ്റെ ഒരു പേടി കൊണ്ടും ഞാൻ ഇപ്പോഴും ഹെൽമെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ എനിക്ക് ഹെൽമെറ്റ് ഘടിപ്പിച്ചേക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ചെസ്റ്റ് മൗണ്ടും ഹെൽമെറ്റിൻ്റെയും പോയിൻ്റ് എന്ന് വെച്ച് നോക്കുമ്പോൾ ഈ ഹെൽമെറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ആണ് എനിക്ക് കുറച്ചുകൂടെ നല്ല ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഓൾറെഡി അടുത്ത ഒരു 4-5 വീഡിയോസിനുള്ള ഒരു ചെറിയൊരു കണ്ടൻറ്റ് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് തേരി എത്തുമ്പം ഗിയർ വണ്ടികൾ മുന്നോട്ടെടുക്കുക എന്നുള്ള അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ വേറൊരാൾ സജസ്റ്റ് ചെയ്ത ജംഗ്ഷനിൽ ഇല്ലെങ്കിൽ ട്രാഫിക്കുള്ള സ്ഥലത്തിലൂടെ എങ്ങനെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എങ്ങനെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം, അതിനുള്ളതും കൂടെ ഉള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അതല്ലാണ്ട് വേറൊരു നല്ലൊരു ടോപ്പിക് എൻ്റെ കയ്യിലില്ല. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ചുമ്മാ ഡെയിലി ഒബ്സർവേഷൻ ആണോ അതോ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗ്സ് ആണോ? അങ്ങനെ ഞാൻ അധികം ട്രാവലിംഗ് ചെയ്യാറില്ല, എക്സ്പെൻസസ് ഒക്കെ ഉള്ളതുകൊണ്ട്. ഓരോ ട്രാവൽസും ഭയങ്കര എക്സ്പെൻസാണ്. എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴും എൻ്റെ ട്രാവൽ വ്ളോഗ് കാണത്തില്ല. ഇപ്പോൾ എൻ്റെ ഒരു കൊല്ലത്തിൻ്റെ പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലോങ് വീഡിയോ ആണ്. എനിക്ക് അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് സമയം തന്നെ വേണം. അൺഫോർച്യുനേറ്റ്ലി ഇപ്പോഴും റിപ്പയറിങ്ങിനാണ്. കുറച്ച് പൈസയുടെ പ്രശ്നത്തിലാൽ അതിപ്പോൾ എടുത്തിട്ടില്ല. എടുക്കുമ്പോൾ തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും. 1080p തന്നെയാണ് റെസൊല്യൂഷൻ കിടക്കുന്നത്. കുറച്ച് 1-2 മണിക്കൂറോളം ഉണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്തിടുന്നതിന് കുറച്ച് ടൈം എടുക്കും. വേറെ വഴിയൊന്നും കാണുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഹെൽമെറ്റ് POV എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പം വൈഡിലാണ് കിടക്കുന്നത്. ഞാൻ ഇനി അടുത്ത ഒരു റെക്കോർഡിങ്ങിൽ ഞാൻ അൾട്രാ വൈഡൊന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് പോർഷൻസ് മിസ്സാവുന്നതായിട്ട് തോന്നുന്നുണ്ട്. അൾട്രാ വൈഡിലൂടെ ചെക്ക് ചെയ്തിട്ട് പിന്നീട് വൈഡാണോ അൾട്രാ വൈഡാണോ ബെറ്റർ എന്ന് തീരുമാനിക്കുന്നതായിരിക്കും. ഇത് കുഴപ്പമൊന്നുമില്ല, ബട്ട് ജസ്റ്റ് ചെറുതായിട്ട് ടാങ്കിൻ്റെ ആ പോർഷനുകൾ കിട്ടിയാൽ കുറച്ചുകൂടി ബെറ്ററായിരുന്നു. അത് അടുത്ത പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുന്നത് മിക്കവാറും അൾട്രാ വൈഡിലായിരിക്കും. എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും സജസ്റ്റ് ചെയ്യാവുന്നതാണ്.
കുറച്ച് കമൻസും കിട്ടിയാൽ അതും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സിനായിട്ട് എനിക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണോ ഇനി അടുത്ത് കാണാൻ താല്പര്യമുള്ളത് അത് പറഞ്ഞാൽ അത് നമുക്ക് ശ്രമിക്കാം. സോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇതുവഴിയാണ് പോകുന്നത്. കുറച്ച് കറങ്ങിയാണ് പോകുന്നത്. ഇത്തവണ ജസ്റ്റ് ഒരു കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എടുക്കാൻ വന്നിട്ട് പിന്നെ കുറച്ച് കറങ്ങേണ്ടി വന്നു. കുറച്ച് ക്യാമറയും പോലീസും നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ജസ്റ്റ് വേറൊരു റൂമിൽ മാറ്റി പിടിക്കേണ്ടി വന്നു. അതിൽ ഫൈൻ അടിക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ. സോ ഇതുവഴി കുറച്ച് നേരം ആയതുകൊണ്ട് സ്കൂൾ ബസ്സൊക്കെ അധികം പോകുന്ന ടൈമൊക്കെ അത് കുറച്ച് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇനി അങ്ങോട്ട് കുറച്ചുള്ള വീഡിയോസിന് മോഡിഫിക്കേഷനോ അതും ഇതൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ എക്സ്ട്രീം 125R കുറിച്ച്, അതിൻ്റെ ഗിയറിനെ കുറിച്ചുള്ള വീഡിയോ ഇടണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. കാരണം ഇതിൻ്റെ ഗിയർ ഒന്ന് ചെറുതായിട്ട് യൂസ് ചെയ്ത് നല്ല ശീലിച്ചാൽ മാത്രമേ നമുക്കിപ്പം ഓൾറെഡി അറിയാം കുറച്ച് ഗിയർ പ്രോബ്ലമുള്ള അതെങ്ങനെ കണ്ടിന്യൂസ് ഓട്ടിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇത് ശീലിച്ചു എന്നുള്ള അറിയണമെങ്കിൽ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. അത് പറഞ്ഞിരുന്നാൽ ഇടാം. എങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എമർജൻസി പാനിക് ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗിയർ ഇതിനകത്ത് മാറുന്നത് അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചൊരു വീഡിയോ ഇടാം. ഈ വണ്ടിന് എനിക്ക് വേറൊരു പ്രോബ്ലംസ് അങ്ങനെയൊന്നും കാണുന്നില്ല. ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഗിയറിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. അത് എസ്പെഷ്യലി എമർജൻസി ബ്രേക്ക് നമ്മൾ ഫ്രണ്ട് പിടിക്കുമ്പോൾ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് ചെയ്തിട്ടിട്ടേക്കാം. സോ ഇത്രയേ ഉള്ളൂ പറയാൻ. വേണമെന്നുള്ള എല്ലാം കമൻറ്റ് ചെയ്താൽ മതി. അത് അനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓൾമോസ്റ്റ് വീടെത്താറായി. എനിക്ക് വേണ്ടിപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ അതേപോലെ തന്നെ ഈ സേഫ്റ്റി ക്യാമറാസ് യൂസ് ചെയ്യുന്ന സേഫ്റ്റി ക്യാമറ അഡ്വഞ്ചർ ക്യാമറ എന്നാണ് ഗോപ്രോൻ്റെ പറയുന്നത്. ബട്ട് സ്റ്റിൽ ഈ ഗോപ്രോ എല്ലാം ഇതെനിക്കൊരു സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒട്ടുമുക്കാൽ ടൈം ഇത് ഇട്ടുകൊണ്ട് ഇറങ്ങുന്നത്. അത് പക്ഷേ ഇത് ഹെൽമെറ്റ് മൗണ്ട് ബാൻ ചെയ്യേണ്ടായിരുന്നു. ചെയ്തത് ഇപ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി. ചെസ്റ്റ് മൗണ്ട് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് തലാങ്കോട്ടും കൊടുത്തിരിക്കുമ്പോഴും ആ വ്യൂസും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. ബട്ട് കുഴപ്പമില്ല, ചെസ്റ്റ് മൗണ്ടും കുഴപ്പമില്ലെന്നും പറയാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് സജഷൻസ്, എന്തൊക്കെയാണോ അറിയേണ്ടത്, എന്തൊക്കെയാണോ കേൾക്കേണ്ടത് പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിലായിട്ടെല്ലാം റിവ്യൂ ചെയ്യുന്നതാണ്. പിന്നെ എത്രയേ ഉള്ളൂ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇത്രയേ ഉള്ളൂ. See you in the next video.